ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റഷീദ് സിറ്റി, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിറ്റി അബ്ദുറഹ്മാൻ, വത്തിക്കൽ വാർഡ് മെമ്പർ സനിയ ദാവൂദ്, നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് സൂക്കത്തിലാക്ക, ഗോവിന്ദൻകുട്ടി, വിനോദ് കുമാർ, അമീർ മാഷ്, സുന്ദരൻ, അപ്പുണ്ണി, മറ്റ് നാട്ടിൽ പഞ്ചായത്തിൻ്റെ മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കൾ, അതിമഹത്തായ ഒരു ചടങ്ങിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. പാലിയേറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്കും സമ്പത്തുള്ളവർക്കും ഒരേപോലെ ഉപകാരമുള്ള ഒരു ചാരിറ്റിയാണ്. ഈ പാലിയേറ്റീവിൻ്റെ ഒരുപാട് ഉപകാരങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ബാപ്പ ഒരു 10 വർഷം മുന്നൊരു ക്യാൻസർ രോഗിയായിരുന്നു. നല്ലൊരു വയറിന് ക്യാൻസർ പിടിച്ചിട്ട് നല്ലൊരു ഓപ്പറേഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു 1.5 മാസം ആ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ചെറുകുടലോ എല്ലാം എടുത്തൊഴിവാക്കി പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് ഒരു 1.5 മാസം കഴിഞ്ഞപ്പം പാപ്പാനെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്ന സമയത്ത് ഒരു ദിവസം, ഫസ്റ്റത്തെ ദിവസമൊന്നും വാപ്പാക്ക് ഒരു പ്രശ്നമില്ല. പിന്നീട് വാപ്പാൻ്റെ ബാത്റൂമിൽ പോകാനുള്ള സംഗതികളൊന്നും നടക്കുന്നില്ല, കഴിയണില്ല. ഓപ്പറേഷൻ ചെയ്തൊക്കെ അല്ലേ. അന്ന് KMCTക്ക് നമ്മളെ കയ്യിലൊന്നും വണ്ടിയില്ല. വണ്ടിയൊക്കെ വാടകയ്ക്ക് വിളിച്ച് KMCT കൊണ്ടുപോകും. ആ ദിവസത്തെ കാര്യം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ 1-2 ദിവസം ഞങ്ങൾ KMCT കൊണ്ടുപോയി വാപ്പാൻ്റെ ശോധനാംശ ചെയ്തു. പിന്നെ നമ്മളെ തെരട്ടമ്മൽ പാലിയേറ്റീവിൽ, സത്യത്തിൽ പാലിയേറ്റീവിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു, അറിവില്ലായിരുന്നു. ഇങ്ങനെ പാലിയേറ്റീവിലുണ്ട്, അവിടുത്തെ സിസ്റ്റർമാരും ഡോക്ടർമാരും വന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞു. അവിടെ രജിസ്റ്റർ ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഒരു 8 മണിയാകുമ്പോൾ വാപ്പാക്ക് ഈ ബുദ്ധിമുട്ടായി. ഞങ്ങളവിടെ പാലിയേറ്റീവിന് വിളിച്ചു. 10-15 മിനിറ്റ് കൊണ്ട് അവർ വീട്ടിലെത്തി ഗ്ലൗസൊക്കെ ഇട്ട് വാപ്പാൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ എൻ്റെ ബാപ്പ മരിക്കുന്നത് വരെ എൻ്റെ വീട്ടിലേക്ക് ഈ പാലിയേറ്റീവിൻ്റെ വണ്ടി എന്നും വരുമായിരുന്നു, ഈ ഒരു ആവശ്യത്തിന്. സത്യത്തിൽ പറയുമ്പോൾ നല്ല കരയാനൊക്കെ തോന്നുന്നുണ്ട്. അത്ര ഒരു റിസ്ക് എടുത്ത് ഞാൻ അനുഭവിച്ച സംഭവമാണ്. കാരണം ബാപ്പാൻ്റെ വേദനയും ബാപ്പാക്ക് ഇത് കയ്യാറ്റുള്ള ഇടങ്ങേറൊക്കെ നമ്മളെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോഴുള്ളൊരു ഇടങ്ങേറുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സംഗതിക്ക്, നല്ലൊരു പ്രസ്ഥാനത്തിന് ഇവിടുത്തെ ഒരു മഹാനായ വ്യക്തി സ്ഥലം നൽകി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ അയാളൊരു സ്വപ്നമാണ് എന്നൊക്കെ പറയുമ്പോഴേ നമുക്കൊക്കെ ആ റഷീദൊക്കെ നേരത്തെ പ്രസംഗം വരുമ്പോൾ രോമം എടുത്തു പിടിച്ചൊരു പോലെ. എന്താണോ ആ വ്യക്തിക്ക് ആവശ്യം, പടച്ച തമ്പുരാനെ അയാളെ ഈ സ്ഥലം കൊടുക്കുമ്പോൾ ഉണ്ടായ ഉദ്ദേശം
ദൈവം അയാൾക്ക് നടത്തി കൊടുക്കട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടിയിൽ ഈ ഭാഗ്യം, ഈ ആധാരം കൊടുക്കൽ ഭാഗ്യം എനിക്ക് എത്തിച്ചു തന്നതിന് ഒരു ചെറിയ പ്രതിഫലം, ഞാനിത് സ്റ്റേജിലൊന്നും പറയാൻ പാടില്ല, അതൊക്കെ എനിക്കറിയാം, നിങ്ങൾ കൊടുക്കുന്നു. ഈ ബിൽഡിംഗ് എടുക്കുന്ന ഫണ്ടിലേക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് ഒരു 10-20 ദിവസമായിട്ടുള്ളൂ പഞ്ചായത്തിൽ കയറിയിട്ട്. എൻ്റെ ഒരു മാസത്തെ ശമ്പളം ഈ ഇതിൻ്റെ ഉദ്ഘാടനമായിട്ട് ഞാൻ തരും, നിങ്ങൾ ഓർമ്മിപ്പിക്കുക. ഈ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് നീട്ടിപ്പോകുന്നില്ല. ഏതായാലും കുറുങ്ങാട്ടിരി പഞ്ചായത്തിൽ നിന്ന് എന്തെല്ലാം ഈ പാലിയേറ്റീവിന് നമുക്ക് ചെയ്യാൻ കഴിയും, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു.